ഹലോ എവ്രി വൺ. നമ്മൾ സെക്ഷൻ 3.5 ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് കേട്ടോ പഠിക്കാൻ പോണേ. തിയറം 3.19. The LDE AX plus BY equal to C is solvable if and only if D divides C, where D is equal to GCD of AB. അതായത് ഏതൊരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നത് സോൾവബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോൾവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടൊരു റാൻഡം ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി സീനെ ഡിവൈഡ് ചെയ്യണം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി ഡി ഓഫ് എ ബി. ജി സി ഡി ഓഫ് എ ബി സീനെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഈ കണ്ടീഷൻ പറയുന്നത്. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് അവിടെ പ്രൂവ് ചെയ്യാനുണ്ടാവും. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി സോൾവബിൾ ആണെങ്കിൽ ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഡി ഡിവൈഡ് സി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എങ്കിൽ അത് സോൾവബിൾ ആണ് എന്നുള്ളത്, അതായത് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് പ്രൂഫ് ചെയ്യാനുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇഫ് എക്സ് നോട്ട് കൊമ വൈ നോട്ട് ഇസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദി എൽ ഡി ദെൻ ഓൾ ഇറ്റ് സൊല്യൂഷൻസ് ആർ ഗിവൻ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി where t is an arbitrary integer. ഏതൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ, ഇപ്പോൾ ഒരു തന്നിരിക്കുന്ന ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. അതിൻ്റെ റാൻഡം ആയിട്ടുള്ള രണ്ട് സൊല്യൂഷൻസ് ആണ് എക്സ് നോട്ടും വൈ നോട്ടും എങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഈ എക്സ് നോട്ടിൻ്റെ വൈ നോട്ടിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. ലൈക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഇതിലും ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്ന്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ബൈ ബി ബൈ ഡി ടി എന്ന് പറയുന്നതും വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്ന് പറയുന്നതും ഈ എൽ ഡിയുടെ ഒരു സൊല്യൂഷൻ ആണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യാനുണ്ട്. ആൻഡ് ഇതിന് വേറെ ഏത് രണ്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഏത് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫോം ഇതാണെന്നുള്ളത് നമുക്ക് കാണിക്കാനുണ്ട്. അപ്പം അത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണിക്കാനുണ്ട്. സോ മൊത്തത്തിൽ 4 പാർട്സ് ആയിട്ട് ഈ ഒരു പ്രൂഫിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് ആസ് ഐ ടോൾഡ് യു ഏർലിയർ, എൽ ഡി സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ ഡി ഡിവൈഡ് സി എന്നുള്ളതാണ് കാണിക്കാനുള്ളത്. ആൻഡ് സെക്കൻഡ് പാർട്ട് നമുക്ക് കാണിക്കാനുള്ളത് ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എൽ ഡി സോൾവബിൾ ആണ് എന്നുള്ളത് കാണിക്കണം. കാരണം അവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. ആൻഡ് പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണ് എന്നുള്ളത് കാണിക്കണം. ആൻഡ് ഏത് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും അത് ഈ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും കാണിക്കണം. സോ ഈ 4 പാർട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോണേ. അതിൽ ഫസ്റ്റ് പാർട്ട് എൽ ഡി സോൾവബിൾ ആണെങ്കിൽ ഡി ഡിവൈഡ് സി എന്നുള്ളത് കാണിക്കാനായിരുന്നു. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ എൽ ഡി സോൾവബിൾ ആണ് എന്നുള്ളത് നമ്മൾ എടുത്തു. എൽ ഡി സോൾവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ളതായിരുന്നു നമ്മുടെ എൽ ഡി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അൺനോൺ, ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ വേരിയബിളിന് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള മീനിങ് അല്ലേ. സോ ഇവിടെ അൺനോൺ വേരിയബിൾ എക്സും വൈയും ഉള്ളത്. സോ എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിനും വൈക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലൊരു വാല്യൂസ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് മീനിങ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു സം ആൽഫ ആൻഡ് വൈ ഈക്വൽ ടു സം ബീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അതായത് നമ്മൾ എക്സ് നോട്ട് വൈ നോട്ട് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എ ആൽഫ പ്ലസ് ബി ബീറ്റ ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ സൊല്യൂഷൻ ആകുള്ളൂ അല്ലേ. സോ എ ആൽഫ പ്ലസ് ബി ബീറ്റ ഈക്വൽ ടു സി എന്നുള്ളത് പറയാൻ പറ്റും. ഇനി ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എ ബി ആയിരുന്നു. ജി സി ഡി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമുക്കറിയാം ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി എന്നുള്ള കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തിയറം 2.4 നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള തിയറാണ്. അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റും. സോ ഡി ഡിവൈഡ്സ് എ ആൽഫ പ്ലസ് ബി ബീറ്റ എന്നുള്ളത് പറയാൻ പറ്റും. എ ആൽഫ പ്ലസ് ബി ബീറ്റ എന്ന് പറയുന്നത് സി ആണ്. സോ ഡി ഡിവൈഡ്സ് സി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസ് പറയുന്നത്
ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ എൽ ഡി സോൾവബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനല്ലേ. അതായത് ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ട് ഈ എൽ ഡിയുടെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതാട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുത്തു. ഡി ഡിവൈഡ് സി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ ഇ സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു ഡി ഇ അല്ലേ. അപ്പോൾ അങ്ങനൊരു ഇ എന്ന് പറഞ്ഞൊരു ആർബിട്രറി ഇൻറ്റിജർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു. സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു ഡി ഇ എന്നുള്ളത് എടുത്തു. ഇനി ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ജി സി ഡിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി സി ഡിനെ ഈ തന്നിരിക്കുന്ന എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു തിയറത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ ജി സി ഡിയിലെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻറ്റിജേഴ്സിനെ ചൂസ് ചെയ്തു, ആർ ആൻഡ് എസ് സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ആർ എ പ്ലസ് എസ് ബി എന്നുള്ള പോലെ നമ്മൾ എടുത്തു. ഡി എന്ന് പറയുന്നത് ജി സി ഡി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തതാണ്. ഇനി ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്ത് നമ്മൾ ഇ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ നേരത്തെ എടുത്ത ഇ ഇല്ലേ, ആ ഇൻറ്റിജർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്താ കിട്ടുക? ആർ എ ഇ ഇൻറ്റു എസ് ബി ഇ ഈക്വൽ ടു ഡി ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ആർ എ ഇ പ്ലസ് എസ് ബി ഇ ഈക്വൽ ടു ഡി ഇ എന്ന് പറയാൻ പറ്റും. ഡി ഇ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു സി ആണെന്നുള്ളത്. സോ അതിനെ ചേഞ്ച് ചെയ്ത് സി എന്ന് എഴുതി. ആൻഡ് എ ഇൻറ്റു ആർ ഇ എന്നുള്ള പോലെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇവിടെ ബി ഇൻറ്റു എസ് ഇ എന്നുള്ള പോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇപ്പോൾ ഇതൊന്ന് നോക്കിയേ, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നുള്ളതായിരുന്നു നമ്മുടെ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എപ്പോഴും എക്സിന് ഒരു വാല്യൂ വൈക്ക് ഒരു വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ഈക്വൽ ടു സി കിട്ടുന്നുണ്ടെങ്കിൽ അത് സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലേ. ഇവിടെ നോക്കിയേ, അതേ ഇക്വേഷനിൽ എക്സിന് പകരം ആർ ഇ എന്നും വൈക്ക് പകരം എസ് ഇ എന്നും കൊടുത്തപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇ ആൻഡ് വൈ ഈക്വൽ ടു എസ് ഇ എന്ന് പറയുന്നത് ഈ ഒരു എൽ ഡിയുടെ സൊല്യൂഷൻ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ഡി ഡിവൈഡ് സി എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇത്തരത്തിൽ ആർ ഇ എസ് ഇ എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻ കിട്ടി ഈ എൽ ഡിക്ക്. അതായത് എൽ ഡി എന്ന് പറയുന്നത് സോൾവബിൾ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവബിൾ ആണ് എന്നുള്ളതാണ് മീനിങ്. സോ ഡി ഡിവൈഡ് സി എന്ന് പറഞ്ഞ് എടുത്തപ്പോൾ നമുക്ക് എൽ ഡി സോൾവബിൾ ആണ് എന്നുള്ളത് കിട്ടി. സോ സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തേർഡ് പാർട്ട് വളരെ ഈസിയാണ്. നമുക്ക് കാണിക്കാനുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് സൊല്യൂഷൻ പെർട്ടിക്കുലർ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞ എൽ ഡിക്ക് എന്നുള്ളത് പോലെ നമ്മൾ അസ്യൂം ചെയ്തു. അത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ വരിക? എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി എന്നുള്ള കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ. എക്സ് നോട്ട് വൈ നോട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഇസ് ഈക്വൽ ടു സി എന്നുള്ള കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്നുള്ളത് നമുക്ക് കാണിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടിയും വൈ എന്ന് പറയുന്നത് വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടിയും ആണ് എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ഇൻറ്റു എക്സിന് പകരം നമ്മൾ ഈ വാല്യൂ കൊടുക്കും, വൈക്ക് പകരം ഈ വാല്യൂ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ കിട്ടുക? ഇത് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ എക്സ് നോട്ട് പ്ലസ് എ ബി ബൈ ഡി ടി എന്നുള്ള പോലെ നമുക്ക് വരും, പ്ലസ് ബി എക്സ് നോട്ട് ബി വൈ നോട്ട് മൈനസ് ബി എ ബൈ ഡി ടി എന്നുള്ള പോലെ നമുക്ക് വരും. ബി എ ടി ബൈ ഡി എന്നുള്ളതും ഇവിടെ നെഗറ്റീവാണ് വരുന്നത്, ഇവിടെ എ ബി ഡി ടി ബൈ ഡി എന്നുള്ള പോലെ വരുന്നുണ്ട്. അത് പോസിറ്റീവാണ് വരുന്നത്, സെയിം ടേമാണ് വരുന്നത് അല്ലേ. പക്ഷേ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, സോ അത് ക്യാൻസൽ ഔട്ടായി പോവും. ബാക്കി ഉണ്ടാവുക എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ടാണ്. നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ് നോട്ടും വൈ നോട്ടും ഈ തന്നിരിക്കുന്ന എൽ ഡിയുടെ സൊല്യൂഷൻ ആണെന്നുള്ളതാണ്. സോ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് സി നോട് ഈക്വൽ ആണെന്നുള്ളത് പറയാൻ പറ്റും. സോ എക്സ് നമ്മൾ ഈ തരത്തിലെടുത്തു, വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തരത്തിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ എക്സ് പ്ലസ് ബി വൈനെ നമുക്ക് സി ആയിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി എന്ന് പറയുന്നതും വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്ന് പറയുന്നതും ഈ തന്നിരിക്കുന്ന എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ തേർഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഏതൊരു സൊല്യൂഷൻ, ഇത്തരത്തിൽ ഏതൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും
നമ്മൾ ഈ പറഞ്ഞ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്നുള്ള ഫോമിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പം ഞാൻ 2 റാൻഡം സൊല്യൂഷൻ എടുക്കുകയാണ്, എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞിട്ട്. സോ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി എന്നും വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി എന്നും ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. സോ അതെങ്ങനെയാണ് കാണിക്കുക? To show that every solution x dash y dash is of the desired form. അതാണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടോ. സോ എക്സ് നോട്ട് വൈ നോട്ട് ഇത് നമുക്ക് ഓൾറെഡി അസംഷനിലുള്ളതാണ്. എക്സ് നോട്ട് വൈ നോട്ട് ഇതിൽ ഒരു സൊല്യൂഷൻ ആണെന്നുള്ളത്. ആ ഒരു അസംഷനിലാണ് ആക്ച്വലി ഈ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന എൽ ഡിയുടെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ടാണ്. സോ ആ കണ്ടീഷൻ അവിടെ തന്നെയുണ്ട്. ആൻഡ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞ് പുതിയ 2 സൊല്യൂഷൻസിന് നമ്മൾ എടുത്തു. ആ സൊല്യൂഷൻ ഈ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് വി നോ ദാറ്റ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഇസ് ഈക്വൽ ടു സി എന്ന് പറയാം. എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നതും ഇതിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് ഇസ് ഈക്വൽ ടു സി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ രണ്ടിനെയും നമുക്ക് കമ്പൈൻ ചെയ്യാം. 2 ഭാഗത്തും ആർ എച്ച് എസ് ഈക്വൽ ആണ്. സോ എൽ എച്ച് എസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഇസ് ഈക്വൽ ടു എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് എന്നുള്ളത് പറയാം. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. എ ഉള്ള ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി ബി ഉള്ള ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നുള്ള പോലെ പറയാൻ പറ്റും. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിതിനെയും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാൻ പറ്റുക? 2 ഭാഗത്തും ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് പറഞ്ഞ ഇക്വേഷനെ 2 ഭാഗത്തും ഡി വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഡി എന്ന് പറഞ്ഞാൽ എയുടെ ബിയുടെയും ജി സി ഡി അല്ലേ, ജി സി ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എ ബൈ ഡി ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ബി ബൈ ഡി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നുള്ള പോലെ കിട്ടും. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം എയുടെയും ബിയുടെയും ജി സി ഡി ഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു തിയറം, എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ജി സി ഡി 1 ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ യൂസ് ചെയ്യാണ്. നമുക്കറിയാം ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ ബി ബൈ ഡി ഈ ഒരു പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള പോലെ നമുക്ക് പറഞ്ഞൂടെ. ഈ ഒരു പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐദർ എ ബൈ ഡിനെ ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ടിനെ ഡിവൈഡ് ചെയ്യണം. പക്ഷേ എ ബൈ ഡിയും ബി ബൈ ഡിയും തമ്മിൽ ജി സി ഡി 1 ആയതുകൊണ്ട് പിന്നെ ആരെ ഇത് ഡിവൈഡ് ചെയ്യും? എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ടിനെ ഇത് എന്തായാലും ഡിവൈഡ് ചെയ്യണം അല്ലേ. സോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ബി ബൈ ഡി ഡിവൈഡ്സ് എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്നുള്ള പോലെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ടിനെ ബി ബൈ ഡിയുടെ ഒരു ആർബിട്രറി മൾട്ടിപ്പിൾ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. സോ ടി എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റിജറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ദാറ്റ് എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു ബി ബൈ ഡി ഇൻറ്റു ടി എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫോർ സം ഇൻറ്റിജർ ടി. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സ് നോട്ടിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വൈ ഡാഷും കൂടിയേ കാണിക്കാനുള്ളൂ. വൈ ഡാഷ് കാണിക്കുന്ന എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഇക്വേഷൻ 3.7 നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും നമ്മളത് യൂസ് ചെയ്യുന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ ഇതാണ്, എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എക്സ് ഡാഷ് എന്ന് പറയുന്നതിന് എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. സോ എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഡാഷിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ. സോ ആ വാല്യൂ നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം ബി ബൈ ഡി ഇൻറ്റു ടി എന്നുള്ളതാണ്. സോ ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ഇൻറ്റു ബി ബൈ ഡി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നുള്ള പോലെ തന്നെ വരും. ഇനി ഒന്ന് നോക്കിയാൽ 2 ഭാഗത്തും ബി പ്രോഡക്റ്റ് വരുന്നുണ്ട്. സോ ബി ക്യാൻസൽ ആയി പോകും. ബാക്കി ഉണ്ടാവുക എ ബൈ ഡി ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നായിരിക്കും. അപ്പോൾ വൈ ഡാഷിനെ ഒറ്റയ്ക്ക് നിർത്തിയാൽ നമുക്ക് എന്താ കിട്ടുക? വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്നുള്ള പോലെ നമുക്ക് കിട്ടും. സോ ഏതൊരു സൊല്യൂഷൻ എക്സ് നമ്മൾ 2 ആർബിട്രറി സൊല്യൂഷൻ എക്സ് ഡാഷ് വൈ ഡാഷ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് ഈ ഫോമിൽ തന്നെ കിട്ടിയില്ലേ? അത് ഈ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് തിയറത്തിൽ പ്രൂവ് ചെയ്യാനും ഉണ്ടായിരുന്നത്. സോ ഏത് 2 ആർബിട്രറി സൊല്യൂഷൻ എക്സ് ഡാഷ് വൈ ഡാഷ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതെപ്പോഴും ഈ ഒരു ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ
പറയാൻ പറ്റും. ഇനി ഇതിൽ ഒരു ചെറിയ കാര്യം കൂടി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച തിയറം ഉണ്ടല്ലോ, ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറയുന്നുണ്ട് ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എ ബി ആണ് എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ജി സി ഡി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ജി സി ഡി ഓഫ് എയും ബിയും 1 ആണ് എന്ന് എടുത്തു. അതായത് ഡി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള പോലെ ഞാൻ അസ്യൂം ചെയ്യാണ്. ഡി ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എന്താ സംഭവിക്കുക? ഇപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് സോൾവബിൾ ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡി എന്തായാലും സീനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് അല്ലേ? പക്ഷേ ഡി 1 ആണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, സീനിപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും 1 എപ്പോഴും സീനെ ഡിവൈഡ് ചെയ്യില്ലേ? 1 എന്ന് പറയുന്നത് ഏത് വാല്യൂവിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ? സോ ഡി ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡി ഡിവൈഡ് സി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഫോർ എനി സി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഡി ഡിവൈഡ് സി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എപ്പോഴും ഈ ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ സോൾവബിൾ ആയിരിക്കുമെന്നല്ലേ? അതായത് ജി സി ഡി ഓഫ് എ ബി 1 ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ സോൾവബിൾ ആയിരിക്കും. അതിൻ്റെ സൊല്യൂഷൻ എന്തായാലും തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതിൻ്റെ ഒപ്പം അതിൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോം എന്തായിരിക്കും? എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ ആർബിട്രറി സൊല്യൂഷൻസ് 2 ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി 1 ആയാൽ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഈ ജനറൽ സൊല്യൂഷനിൽ ഈ ഡി ഒക്കെ 1 ആയി പോകും. ബാക്കി ഉണ്ടാവുക എക്സ് നോട്ട് പ്ലസ് ബി ടി എന്നും വൈ നോട്ട് മൈനസ് എ ടി എന്നും ആയിരിക്കും. അപ്പം ഏതൊരു എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എയുടെയും ബിയുടെയും ജി സി ഡി 1 ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സോൾവബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട്. ആ പെർട്ടിക്കുലർ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ടി ആൻഡ് വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ടി എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ മതിയാവും. ഇത് നമ്മളൊരു കൊറോളറി ആയിട്ട് പഠിക്കുന്നുണ്ട്. കൊറോളറി 3.13. If GCD of AB is equal to 1, then AX plus BY equal to C is solvable and the general solution is given by x is equal to x naught plus bt and y equal to y naught minus at, where x naught y naught is a particular solution. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതൊരു കൊറോളറി ആയിട്ട് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത്, ഈ ഒരു നോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്നത് സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ സൊല്യൂഷൻ തന്നിരിക്കുന്നത് ഈ ഒരു ഫോമിലാണെന്നുള്ളത്. ഒരു സൊല്യൂഷൻ എക്സ് നോട്ട് വൈ നോട്ട് എക്സിസ്റ്റ് ചെയ്തെങ്കിൽ ബാക്കി എല്ലാ സൊല്യൂഷൻസും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കും തോറും നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് അല്ലേ? അപ്പോൾ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കാണാൻ കഴിയും ഈ ഒരു ജനറൽ ഫോം യൂസ് ചെയ്തിട്ട്. സോ സോൾവബിൾ ആയിട്ടുള്ള ഒരു ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ് ആ ഒരു കണ്ടീഷൻ പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനാണ്. ഈ തന്നിരിക്കുന്ന ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻസിന് സോൾവബിൾ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇക്വേഷൻ തന്നിട്ടുള്ളത് 12x plus 18y equal to 30 എന്നുള്ളതാണ്. സെക്കൻഡ് വൺ 2x plus 3y equal to 4 ആൻഡ് തേർഡ് വൺ 6x plus 8y equal to 25. ഇതെല്ലാം സോൾവബിൾ ആണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ax പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് ഒരു ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ദിസ് ഇസ് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. വേറെ ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എ ബി ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷൻ 12ഉം 18ഉം ആണ് എയും ബിയും വരുന്നത് ആൻഡ് സി വരുന്നത് 30 ആണ്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ പോരെ. ഡി ഡിവൈഡ് സി എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ സോൾവബിൾ ആണ് എന്നുള്ളത് പറയാം. ഇവിടെ ഡി എന്താ വരിക? ഇപ്പോൾ 12ഉം 18ഉം ആണ്. അതിൻ്റെ ജി സി ഡി എന്താ വരിക? രണ്ടിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് നമുക്ക് 6 ആണ് കിട്ടുക. സോ ജി സി ഡി ഓഫ് 12, 18, 6 ആണ് ആൻഡ് 6 divides 30. സി എന്ന് പറയുന്നത് ഇവിടെ 30 ആയിരുന്നു. സോ 6 divides 30 എന്നുള്ള കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി ഡിവൈഡ് സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് പറയാം. ഈ ഒരു എൽ ഡി സോൾവബിൾ ആണ് എന്നുള്ളത് പറയാം. സോ ഫസ്റ്റ് കേസിൽ സോൾവബിൾ ആണ്. ഇനി സെക്കൻഡ് കേസിൽ ജി സി ഡി ഓഫ് 2 and 3 1 ആണ്.
1 എന്ന് പറയുന്നത് എന്തായാലും ഏത് വാല്യൂവിനെയും ഡിവൈഡ് ചെയ്യും. GCD 1 ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ എപ്പോഴും സോൾവബിൾ ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഇവിടെ C എന്ന് പറയുന്നത് 4 ആയിരുന്നു അല്ലേ. C എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 4 ആയിരുന്നു. 1 എന്തായാലും 4നെ ഡിവൈഡ് ചെയ്യും, 4നെ എന്നല്ല ഏത് വാല്യൂവിനെയും ഡിവൈഡ് ചെയ്യും. സോ അതെന്തായാലും സോൾവബിൾ ആണെന്നുള്ളത് പറയാം. സോ അവിടെ കൊറോളറി 3.13 പ്രകാരം സോൾവബിൾ ആണെന്നുള്ള പോലെയും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6ൻ്റെയും 8ൻ്റെയും GCD 2 ആണ്. ബട്ട് C എന്ന് പറയുന്നത് 25 ആയിരുന്നു, 2 എന്ന് പറയുന്നത് 25നെ ഡിവൈഡ് ചെയ്യുന്നില്ല. സോ ഈ ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് സോൾവബിൾ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത് മഹാവീരസ് പസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റിൽ ട്രാവലേഴ്സ് പോകുന്നതും അവർ പ്ലാന്റെയിൻസ് കാണുന്നതും അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മഹാവീരസ് പസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ LDനെ സോൾവ് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാനാണ് കേട്ടോ. ജസ്റ്റ് സോൾവ് ചെയ്താൽ പോരാ, ജനറൽ സൊല്യൂഷൻ കാണണം. ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടാൽ പോരാ, ജനറൽ സൊല്യൂഷൻ തന്നെ നമുക്ക് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ടു മഹാവീരസ് പസിൽ ഇൻ എക്സാമ്പിൾ 3.17. സോ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ലീനിയർ ഡൈഫൻറ്റൈൻ ഇക്വേഷൻ 63x - 23y = -7 എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് A എന്ന് പറയുന്നത് 63യും B എന്ന് പറയുന്നത് -23യും C എന്ന് പറയുന്നത് -7 എന്നുള്ള പോലെയാണ് കിട്ടുന്നത്. എയുടെയും ബിയുടെയും GCD പോസിറ്റീവ് വാല്യൂ എടുത്തിട്ട് നമ്മൾ GCD എടുക്കുക. 63യുടെയും 23യുടെയും GCD എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം, കാരണം അത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള വാല്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടി ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് യൂക്ലിഡിയൻ അൽഗോരിതമാണ്. കാരണം ഈ GCDനെ യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. GCDനെ ഈ തന്നിട്ടുള്ള എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുള്ളത് അല്ലേ. സോ യൂക്ലിഡിയൻ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തു. 63 = 2 × 23 + 17. ഇനി 23ലും 17ലും അപ്ലൈ ആണ്. 23 = 1 × 17 + 6 എന്ന് എഴുതി. ഇനി 17ലും 6ലും ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ആണ്. 17 = 2 × 6 + 5. ഇങ്ങനെ സക്സസീവ് ഡിവിഷൻ അൽഗോരിതംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് യൂക്ലിഡിയൻ അൽഗോരിതമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് കിട്ടി 63 & 23 സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്നിട്ട് അപ്പോൾ അവിടെ GCD 1 ആണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ GCD 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 1 എന്ന് നമ്മൾ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 63യുടെയും 23യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് ഈ 1നെ നമുക്ക് എഴുതി കിട്ടുക അല്ലേ. സോ ഇതേപോലെ നമ്മൾ സ്റ്റെപ്പ് തിരിച്ചു പോവുകയാണ്. 1 ഈ ഒരു സ്റ്റെപ്പ് 1 = 6 - 1 × 5 എന്ന് എഴുതാം. അത് കഴിഞ്ഞ് അടുത്ത റിമൈൻഡർ 5നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. 5ന് പകരം 17 - 2 × 6 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത്തരത്തിൽ ചെയ്തു പോകാൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടുക 1 = -4 × 63 + 11 × 23 എന്നുള്ള പോലെയാണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉണ്ടായിരുന്നത് 63x - 23y = -7 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്കിവിടെ 1 = 63 × സംതിങ് + 23 × സംതിങ് എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമുക്ക് -7 = 63 × എന്താണ് 23 × എന്താണ് എന്നുള്ളത് അറിയാനില്ല. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷനെ, അതായത് ഈ കിട്ടിയ 1 = ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ കിട്ടിയ ഈ ഇക്വേഷനെ നമ്മൾ -7 വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ ദാറ്റ് -7 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സൈഡിൽ കിട്ടും. ഓക്കെ, സോ -7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × -7 ഇവിടെ -7 ഉണ്ടാവും. ബാക്കി ഓരോ ടേമിനെയും നമ്മൾ -7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, എക്സെപ്റ്റ് ഫോർ 63 and 23. 63 and 23നെ മൾട്ടിപ്ലൈ ചെയ്ത് കളയരുത്, അത് നമുക്ക് അങ്ങനെ തന്നെ വേണം. കാരണം 63x + 23y എന്നുള്ള ഫോമിൽ തന്നെ നമുക്ക് കിട്ടണം. സോ ദാറ്റ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. നമുക്കൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടണം, x0 y0 എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടിയാലേ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ കഴിയുള്ളൂ അല്ലേ. സോ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് GCDനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ -7 = -7 × -4 × 63 + -7 × 11 × 23 എന്നുള്ള പോലെ എഴുതാം. ഇനി ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുക -7 × -4 എന്ന് പറയുന്നത് 28 എന്നുള്ള പോലെ കിട്ടും. ആൻഡ് 11 × -7 എന്ന് പറയുന്നത് -77 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ.
നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നത് 63x-27y -7 എന്നായിരുന്നു. നമുക്കിവിടെ സൊല്യൂഷനായിട്ട് കിട്ടുന്നത് നോക്കിയേ, 63 × 28, അതായത് എക്സിന് പകരം 28 ആൻഡ് -23 ഇൻറ്റു, ഇവിടെ 27 അല്ല സോറി 23, -23 × 77 എന്നുള്ള പോലെയാണ് കിട്ടിയത്. അതായത് y = 77 എന്നുള്ള പോലെ, =-7 എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ x = 28 എന്നും y = 77 എന്നും പെർട്ടിക്കുലർ സൊല്യൂഷൻസ് കിട്ടി. ഇതിനെ നമ്മൾ x0 y0 എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ x0 y0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ തിയറത്തിൽ പഠിച്ചു, ജനറൽ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇവിടെ GCD ഓഫ് 63 and 23 1 ആണ് അല്ലേ. അപ്പോൾ കൊറോളറി യൂസ് ചെയ്യാം. നമുക്ക് ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് പറയാൻ പറ്റുക? x0 + bt y0 - 80 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജനറൽ സൊല്യൂഷൻ പറയാൻ പറ്റും. ഇവിടെ a എന്ന് പറയുന്നത് 63യും b എന്ന് പറയുന്നത് 23യും ആയിരുന്നു. സോ x = x0 പകരം നമുക്ക് ഇവിടെ ഇപ്പോൾ 28 കിട്ടിയിട്ടുണ്ട്. സോ 28 + b എന്ന് പറയുന്നത് 23 ആയിരുന്നു. സോ x0 + 23t എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് y0 - 80 എന്നുള്ള പോലെയാണ് വരുന്നത്. സോ 77 - 63t എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. വെയിറ്റ് എ മിനിറ്റ്, x0 + bt, b എന്ന് പറയുന്നത് ഇവിടെ എന്താ വരുന്നത്? സോറി, ബി എന്ന് പറയുന്നത് ഇവിടെ -23 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബിക്ക് പകരം നമ്മൾ 23 അല്ല -23 ആ കൊടുക്കുക. സോ x0 + bt എന്ന് പറയുന്നത് 28 - 23t എന്ന് വരും. ആൻഡ് y0 - 80 എന്ന് പറയുന്നത് 77 - 63t എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടും. വെറ്റ് ഈസ് എൻ ആർബിട്രറി ഇൻറ്റിജർ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയും. ഓക്കെ ആണല്ലോ. പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് കാണും. ആൻഡ് ജനറൽ സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഇനി ഇതേപോലെ തന്നെ 100 ഫൗൾസ് പസിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ പസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമുക്ക് പസിലിൽ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്ന 2 ഇക്വേഷൻ ഇതായിരുന്നു. ഇതിനകത്തുനിന്ന് ഈ LDയും നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. 7x + 4y = 100 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 7ൻ്റെയും 4ൻ്റെയും GCD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ 1നെ നമ്മൾ 7ൻ്റെയും 4ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകയാണ്. ഇതിന് ആക്ച്വലി അങ്ങനെ GCD കണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 8 - 7 എന്ന് പറയുന്നത് 1 ആണെന്ന് അല്ലേ. 8 എന്ന് പറയുന്നതിനെ 4 × 2 എന്ന് എഴുതുകയും ചെയ്യാം. അപ്പോൾ -1 × 7 + 2 × 4 = 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 7ൻ്റെയും 4ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് 1നെ ഇവിടെ ഡയറക്റ്റ് എഴുതാൻ കഴിയും. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ കിട്ടി. ഇനി നമുക്ക് =100 എന്നാണ് വരേണ്ടത്. സോ 100 വെച്ചിട്ട് ഞാൻ ഈ ഹോൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 100 = -1 × 100 × 7 +2 × 100 × 4 എന്നുള്ള പോലെ വരും. അപ്പോൾ 7നെയും 4നെയും അവിടെ നിർത്തിയിട്ട് ബാക്കി വാല്യൂസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുക 100 = -100 × 7 + 200 × 4 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടുന്നത് x0 = -100 എന്നും y0 = 200 എന്നും പറഞ്ഞിട്ട് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടി. ഇവിടെ GCD 1 ആയതുകൊണ്ട് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഡയറക്റ്റ് എഴുതാൻ പറ്റും. നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റുന്നത് എങ്ങനെ? a + bt എന്നും x = x0 + bt എന്നും y = y0 - 80 എന്നുള്ള പോലെയായിരുന്നു നമുക്ക് സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ a എന്ന് പറയുന്നത് 7ഉം b എന്ന് പറയുന്നത് 4ഉം ആണ്. സോ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടുക x = -100 + 40 ആൻഡ് y = 200 - 70 എന്നുള്ള പോലെയാണ്. നമുക്കിവിടെ എക്സും വൈയും മാത്രമല്ല ഉള്ളത്, ഒരു z കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ zനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 100 - x - y എന്നായിരുന്നു. ഇവിടെ എക്സിനെ നമുക്ക് ടീൻ്റെ ടേംസിൽ കിട്ടി, വൈനെയും ടീൻ്റെ ടേംസിൽ കിട്ടി. ആ 2 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3t എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇവിടെ t അല്ല t' എന്ന് എടുത്തിട്ടില്ല കേട്ടോ. സോ 3t' എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. t എന്ന് പറഞ്ഞ ടേംസിലായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ജനറൽ സൊല്യൂഷനും ഇതും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ വേരിയബിൾ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. വേരിയബിളിൻ്റെ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സൊല്യൂഷനിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷൻ ഇതാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന x = 40 എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൊല്യൂഷനിലേക്ക് തിരിച്ചു പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട.
അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കണ്ടോ, അപ്പോൾ ഇതിനകത്ത് നിന്ന് രണ്ടെന്നും എനിക്ക് 4 കോമൺ എടുക്കാൻ പറ്റും. 4 കോമൺ എടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു -25 പ്ലസ് ടി ഡാഷ് എന്നുള്ള പോലെ എടുക്കാൻ പറ്റും. ഈ -25 പ്ലസ് ടി ഡാഷിന് പകരം ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അത് 4t എന്നുള്ള ഫോമിലായില്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു 4t എന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ടി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് പറയാം, ടി പ്ലസ് 25 എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാല്യൂവിൽ വൈൻ്റെ ടേംസിൽ ടി ഡാഷ് ഉള്ളിടത്തൊക്കെ ടി പ്ലസ് 25 എന്നും സെഡിലും അതേപോലെ ടി ഡാഷ് ഉള്ളിടത്ത് ടി പ്ലസ് 25 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച ജനറൽ സൊല്യൂഷൻ നമുക്ക് അതേപോലെ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ 200 - 7 ടി ഡാഷിന് പകരം ടി പ്ലസ് 25 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് 25 - 70 എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ ആൻസർ കിട്ടും. അതേപോലെ തന്നെ സെഡിൽ ചെയ്താലും ആൻസർ കിട്ടും. സോ കഴിഞ്ഞ ദിവസത്തെ സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതിയാവും. രണ്ടും സിമിലർ സൊല്യൂഷനാണ്. ആ ടിയും ടി ഡാഷും ചേഞ്ച് വരുമ്പോൾ നമ്മൾ വേരിയബിൾ കൊടുത്ത ചേഞ്ചിനാണ് ആൻസർ ചേഞ്ച് ആവുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, സോൾവ് ഇഫ് പോസിബിൾ മഹാവീരാസ് പസിൽ ഇഫ് ദർ വെർ 24 ട്രാവലേഴ്സ്. അതായത് 23 ട്രാവലേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു മഹാവീരാസ് പസിൽ വരുന്നുണ്ടായിരുന്നത്. ഇവിടെ 23 ട്രാവലേഴ്സിന് പകരം 24 ട്രാവലേഴ്സ് ആയിരുന്നെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ, പറ്റുമെങ്കിൽ സോൾവ് ചെയ്യാനുള്ള പോലെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 24 ട്രാവലേഴ്സ് ആയിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മാറുക, ഇക്വേഷൻ മാറുന്നത് 63x - 24y = -7 എന്നുള്ള പോലെയാണ് നമുക്ക് വരിക. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 63യുടെയും 24ൻ്റെയും GCD 7നെ ഡിവൈഡ് ചെയ്യണം അല്ലേ. 7നെ ഡിവൈഡ് ചെയ്താൽ സോൾവബിൾ ആണ് എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. സോൾവബിൾ ആണെങ്കിലല്ലേ സൊല്യൂഷൻ കാണാൻ പോകേണ്ട കാര്യമുള്ളൂ. ഇവിടെ 63യുടെയും 24ൻ്റെയും GCD വരുന്ന 3 ആണ്. 3 ഒരിക്കലും 7നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അത് ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ, ഒരു ഇൻറ്റിഗ്രൽ സൊല്യൂഷൻ ഈ ഡയഫൻറ്റൈൻ ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പറയാം. സോ ഇതിന് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് ബാക്കി പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.